ഏപ്രിലാണ് അത്ര ഏപ്രിൽ സ്പ്രിംഗ് സീസൺ ഒക്കെ തുടങ്ങിയിട്ട് ഞങ്ങൾ ജാക്കറ്റ്സ് ഒക്കെ എടുത്ത് അകത്ത് വെച്ചതാണ്. വീണ്ടും 0യും -1. എന്താ പറയുക ഗൈസ്, എന്തൊക്കെയുണ്ട്? നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും കാണുന്നത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ ഞങ്ങളുടെ വീട്ടിൽ ഫ്ലൂ സീസൺ ആയിരുന്നു. ഇവനാണെങ്കിൽ കിൻഡർഗാർട്ടനിൽ പോവും, പുതിയ വൈറസ് കൊണ്ടുവരും, ഞങ്ങളെല്ലാവരും ഡൗൺ ആവും, വീണ്ടും ഈ സൈക്കിൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇനി ഞങ്ങൾ പതിയെ ബാക്ക് ടു ട്രാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഇന്ന് വീണ്ടും കിൻഡർഗാർട്ടനിൽ പോയി തുടങ്ങി. ആൻഡ് മൈ അവസ്ഥ ഈസ് ലൈക്ക്, ഇനി ഒരു ദിവസം കൂടെ ഞാൻ വീട്ടിൻ്റെ തരുന്ന എനിക്ക് ഭ്രാന്ത് പിടിക്കും. സോ ഐ നീഡ് ടു ഡു എ തെറപ്പി ആൻഡ് മൈ തെറപ്പി ഈക്വൽസ് ടു ഷോപ്പിംഗ്. ഈ ഷോപ്പിംഗ് എന്നൊക്കെ പറയുമ്പോൾ പല കാറ്റഗറീസും ഉണ്ട്. ഐ മീൻ സബ് കാറ്റഗറീസ് ലൈക്ക് ഗ്രോസറി ഷോപ്പിംഗ്, ഫുഡ് റെഡി, ഡ്രസ് ഷോപ്പിംഗ്, അങ്ങനെ. ബട്ട് ടുഡേ വി ആർ ഹിയർ ഫോർ സം പാത്രം ഷോപ്പിംഗ്. യെസ്, യു ഹേർഡ് മീ റൈറ്റ്. ഇനി ഇപ്പൊ തള്ള വൈബാണെന്ന് പറഞ്ഞാലും വരണ്ട. നമുക്ക് ഈ കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങൂലേ, ആ ഒരു ടൈം തൊട്ട് നമുക്ക് ഈ പാത്ര ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് വൈബ് തന്നെയാണ്. ലൈക്ക് സീരിയസ്ലി, ചിലർക്കൊക്കെ നല്ല ഡ്രസ്സ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കില്ല. ഐ മീൻ എനിക്ക് സന്തോഷം വരില്ല എന്നല്ല, ബട്ട് ഇതാ നോക്കൂ, ഈ കാണുന്ന കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ഈ സെർവിംഗ് ഡിഷ്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ ഈസ്റ്ററ്റിക് ആയിട്ടുള്ളത് ഇങ്ങനത്തെ കുറച്ച് ക്യൂട്ട് സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അപ്പം തന്നെ മേടിക്കാൻ തോന്നും. എന്തായാലും ഞാൻ അധിക നേരം ഈ കടയിൽ നിന്ന് കറങ്ങിയാൽ എൻ്റെ പോക്കറ്റ് കാലിയാവുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. സോ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് മേടിച്ചെന്ന് കാണാം. എൻ്റെ ഷോപ്പിംഗ് തെറപ്പി കഴിഞ്ഞാണെങ്കിൽ ഇപ്പോൾ എന്തൊരു സമാധാനം മനസ്സിന്. അപ്പോൾ ഇതാ ഈ കാണുന്ന പാത്രങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഈ ഒരു 5 പീസ് സെറ്റ്. ഇതിനകത്ത് നമുക്ക് ഫ്രൈങ് പാൻ ഉണ്ട്, ഒരു വലിയ പോട്ടുണ്ട്, പ്ലസ് ഒരു ചായ ഇടാനുള്ള പാത്രം. പിന്നെ ഈ കാണുന്ന 2 സെർവിംഗ് ഡിഷസ്. വൈ നോട്ട്? ബിക്കോസ് എസ്തെറ്റിക് മാറ്റേഴ്സ് മാൻ. കുറച്ച് നാളായിട്ട് മേടിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. ബട്ട് വെയിറ്റ്, ഇതല്ല ബെസ്റ്റ് പാർട്ട്. ദിസ് ഈസ് ദ ബെസ്റ്റ് പാർട്ട്. ഈ കാണുന്ന ചോപ്പിംഗ്. ബിക്കോസ് ഞാൻ ഈ ബോർഡ് മേടിച്ചിട്ടുള്ളത് വെറും ചോപ്പിങ്ങിന് വേണ്ടി മാത്രമല്ല, അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾക്ക് ഇത് റൊട്ടിപ്പലകയായിട്ട് വേണ്ടി യൂസ് ചെയ്യാം. അടിപൊളിയല്ലേ? മൾട്ടിപർപ്പസ് ഹാക്ക്. ഒരു ചെറിയ തെറപ്പിക്ക് പോയി വന്നപ്പോഴത്തേക്ക് എന്റെ പോക്കറ്റ് കാലിയായി. പാത്ര ഷോപ്പിംഗ് ரொம்ப ഡേഞ്ചറസ് ഹാപ്പിനെസ് മാൻ.